ദൈവത്തിന്റെ ധന്യവും പരിശുദ്ധവുമായ നാമം ഈ പ്രഭാതയാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ദൈവിക ആലോചന പങ്കിടുവാനുമായി ഒരു വിലപ്പെട്ട സാവകാശം നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തി എന്ന് പറയുവാൻ കർത്താവ് തരുന്ന കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. എബ്രായർ ലേഖനം 11 അധ്യായം 22 വാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. വിശ്വാസത്താൽ യോസേഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു. വിശ്വാസം നമുക്ക് മരണത്തിലും പ്രത്യാശ പകരുന്നു. ഒരു ദിവസം ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുമെന്നും അവന്റെ അസ്ഥികൾ മിസ്രയീമിൽ നിന്ന്, അതായത് ഈ ലോകത്തിൽ ശേഷിക്കയില്ലെന്നും അത് കനാനിലേക്ക്, അതായത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും യോസേഫ് അറിഞ്ഞിരുന്നു. ഇത് ഉൾപ്രാവണത്തിന്റെ പ്രത്യാശയ്ക്ക് നിഴലാകുന്നു. യോസേഫ് അപേക്ഷിക്കുകയല്ല, വിശ്വാസത്താൽ കൽപ്പന കൊടുക്കുകയാണ് ചെയ്തത്. മരണസമയത്തും വിശ്വാസം ഒരു ദൈവികമായ കൽപ്പിക്കത്തക്ക അധികാരവും ശക്തിയും നൽകുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വിശ്വാസത്താൽ യോസേഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു. മരണം വരെ തുടരുന്ന വിശ്വാസം ദൈവം ഭാവിയിലേക്ക് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഉറപ്പുള്ളതാണെന്നതിന് യോസേഫും യാക്കോബും ദൃഷ്ടാന്തമായി നിൽക്കുന്നു. യാക്കോബിന്റെ വിശ്വാസം യഥാർത്ഥത്തിൽ തന്റെ അവസാനത്തിൽ ജ്വലിച്ച് ശോഭിക്കുന്നതായി 10 അധ്യായം 39 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. മരണത്തെ അഭിമുഖീകരിക്കുന്ന നാഴികയിൽ പോലും യഥാർത്ഥ വിശ്വാസം പിന്മാറിപ്പോയില്ല. ഈ ലേഖനം ലഭിച്ചവരായ എബ്രായർ കഷ്ടതയുടെ നടുവിൽ വിശ്വാസം ത്യജിക്കുവാൻ പ്രലോഭിതരായിരുന്നുവോ എന്നുള്ള ഒരു ചിന്ത ഉരുത്തിരിയുന്നു. അവർ അവരുടെ പിതാക്കന്മാരിലേക്ക് നോക്കട്ടെ, ഏതെല്ലാം കഷ്ടതയിലും പ്രയാസങ്ങളിലും കൂടിയാണ് അവർ വന്നത് എന്ന് കാണട്ടെ. എന്നാൽ അവർ ഓരോരുത്തരും അവസാനം വരെ സഹിച്ചു നിന്നു. ഇത് ചെയ്യുവാനാണ് സത്യവിശ്വാസത്തെ ദൈവം ശക്തീകരിക്കുന്നത്. യോസേഫിന് മരണസമയത്ത് ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ കുറിച്ചുള്ള ധന്യമായ ഒരു പ്രത്യാശയുണ്ടായിരുന്നതായി നമ്മൾ ചിന്തിച്ച ഈ വേദഭാഗം വെളിപ്പെടുത്തുന്നുണ്ട്. യോസേഫിന്റെ അസ്ഥികൾ ക്രിസ്തുവിന്റെ ഉപദേശത്തെ കാണിക്കുകയാണ്. അസ്ഥികൾ മനുഷ്യ ശരീരത്തിന്റെ ഉറപ്പുള്ള ഭാഗമായിരിക്കുന്നത് പോലെ സത്യോപദേശങ്ങൾ സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഉറപ്പുള്ള ഭാഗമാകുന്നു. ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് എന്നേക്കുമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി, അതായത് ഉപദേശത്തിനു വേണ്ടി പോരാടണമെന്ന് യൂദായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. യൂദാ 3 വാക്യം. യോസേഫ് തന്റെ മരണസമയത്ത് അസ്ഥികളെക്കുറിച്ച് കൊടുത്ത കൽപ്പന യഥാർത്ഥ വിശുദ്ധന്മാർ മരണസമയത്തും തങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ട ഉപദേശ സത്യങ്ങൾക്കായി സ്ഥിരതയോടെ പോരാടുന്നവരായിരിക്കുമെന്ന് വെളിവാക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾക്കായി, വചനങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയുടെ മുൻപാകെ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുകയാണ്. വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ട ആവശ്യം ഇന്ന് പ്രഭാതയാമത്തിൽ തന്നെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. വിശ്വാസികൾക്ക് ഈ ലോകം ശാശ്വതമല്ല, വിശുദ്ധന്മാർക്ക് ഈ ലോകം ശാശ്വതമല്ല എന്ന് ഞങ്ങൾ അറിയും. എങ്കിലും വിശ്വാസത്താൽ പോരാടി ജയമെടുത്ത് വിശ്വസ്തരായി നിൽക്കുവാനുള്ള വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കൃപയുടെ ആത്മാവിനാൽ ഞങ്ങളെ താങ്ങി നടത്തണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.